എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു, നമ്മുടെ നാട്ടിൽ മഴ ഭയങ്കരമായിട്ട് കൂടി വരികയാണ്. നമ്മുടെ പല ജില്ലകളും ഭയങ്കരമായിട്ട് ഈ പ്രളയം പോലത്തെ ഒരു സാധനത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പലയിടത്തും മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. സോ റാന്നിയിലൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം കയറി എന്നുള്ള ന്യൂസുകളൊക്കെ കാണുന്നു. പത്തനംതിട്ടയുടെ പല ഭാഗങ്ങളിലും വെള്ളം കയറി എന്നുള്ള വാർത്തകളൊക്കെ കാണുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഗവൺമെൻറ് പറയുന്ന അവർ കുറേ പാലിക്കേണ്ടതായിട്ടുള്ള സാധനങ്ങൾ തരും, അതൊക്കെ കറക്റ്റായിട്ട് പാലിച്ച് എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വിഷയത്തിലേക്ക് കിടക്കാം. വിഷയം എന്ന് പറഞ്ഞാൽ, തൃശ്ശൂർ ഒരു സ്കൂളിൽ കണ്ണിന് ചെറിയൊരു കാഴ്ചക്കുറവുള്ള ഒരു അധ്യാപകൻ ഒരു കുട്ടീനെ പിടിച്ച് പട്ടിയെ തല്ലണ പോലെ തല്ലി. ഈ തല്ലിയത് ആ ക്ലാസ്സിലെ മറ്റൊരു കുട്ടി ഫോണിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇതൊരു കംപ്ലൈൻ്റ് ആക്കി പ്രശ്നമാക്കി. സാറ് വന്നിട്ട് അയ്യോ മാമനോടൊന്നും തോന്നല്ലേ, ആ ഉദ്ദേശത്തിൽ ചെയ്തല്ലേ എന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ വിഷ്വൽസിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന്. നിങ്ങൾ എന്നെ കാണാൻ, എൻ്റെ ആശയങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് ഇടാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ, ബേസിക്കലി നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, എല്ലാം ചെയ്യട്ടെ, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം സാറ് കുട്ടിയെ പട്ടിയെ പോലെ തല്ലണത് കാണാം. ഞാൻ ബ്ലർ ചെയ്യും കേട്ടോ കുട്ടീനെ, ഇല്ലെങ്കിൽ എനിക്ക് അഡ്സൂട്ടബിലിറ്റി ആയിരിക്കും. എന്തല്ലോ ഇനിയും ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടാണ് സാറ് പൊതിരെയുള്ള അടി അടിച്ചത്. ഇതൊക്കെ ഒരു അടിയാണോ? എനിക്കൊക്കെ കിട്ടിയിട്ടുള്ള അടി വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു അടിയേ അല്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതൊരു പ്രശ്നമാണ്. പിള്ളേരെ അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. എന്നെയൊക്കെ പട്ടി തല്ലുന്നവർ തല്ലിയിട്ടുണ്ട്. എൻ്റെ ഒരു സാറുണ്ടായിരുന്നു, ടോം സാറ് പറയുന്നത് അധ്യാപകർ എന്ത് തരുന്നതും ഇരു കൈ നീട്ടി സ്വീകരിക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കണം സാർ അടിക്കുമ്പോൾ, രണ്ട് കൈക്കിട്ടൂടെ ചേർത്ത് അടിക്കും. ഇതായിരുന്നു ടോം സാറിൻ്റെ ഒരു അടി. പിന്നെ ഇതുപോലെ ഒരു സാറുണ്ടായിരുന്നു, സെബാസ്റ്റ്യൻ സാർ ഇങ്ങനെ പിക്ക് തിരികെ എൻ്റെ അമ്മ സ്കൂളിൽ പോകാൻ വരെ എനിക്ക് പേടിയായിരുന്നു. അമ്മാതിരി തിരികലും പിച്ചിലും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എത്ര എണ്ണം, എന്തൊക്കെ പല എണ്ണം, പല വട്ടം, പല വിധത്തിൽ, പല മേളത്തിൽ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് കിട്ടുന്ന അടിയൊന്നുമല്ല. ഓക്കെ, ഇനി പിള്ളേരെ അടിക്കാമോ ഇല്ലയോ എന്നുള്ള ചർച്ച അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ കുട്ടിയെ അടിച്ച അതിൻ്റെ താഴെ വന്ന് ആ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിക്കാമേ. ഇങ്ങനെ അടിക്കണോ? തൃശ്ശൂർ വരവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് അധ്യാപകൻ്റെ ക്രൂര അടി. ആ വാക്യം പറയുന്നില്ല. അടിയേക്കാൾ മോശമായത് അധ്യാപകൻ കുട്ടിയെ വിളിക്കുന്ന വാക്കുകളാണ്. അങ്ങനെ വാക്കൊന്നും എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. ഇനി ചെയ്യുപോടാ പറയടാ എന്നും പറഞ്ഞിട്ട് അടിക്കുന്നതായിട്ടാണ് ഞാൻ കേട്ടത്. ഈ സാമാനം വെച്ച് കേട്ടിട്ടും എനിക്കങ്ങനെ കേൾക്കാൻ സാധിച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കാൻ സാധിച്ചെങ്കിൽ നിങ്ങൾ പറയും. പിന്നെ പേനയുടെ ടോപ്പ് എടുക്കാൻ ഡെസ്കിൻ്റെ മുകളിലൂടെ എത്തി നോക്കിയതിനാണ് അധ്യാപകനെ പ്രകോപിപ്പിച്ചത്. പേനയുടെ അടപ്പ് പോയപ്പോഴേ ഇങ്ങനെ ഡെസ്കിൻ്റെ മേളിൽ കൂടെ എത്തി നോക്കിയതാണ്. അധ്യാപകൻ വിളിച്ച് പടപട നീ നോക്കൂടാ, ഡെസ്കിൻ്റെ മേളിൽ കൂടെ നീ പേനയുടെ അടപ്പ് നോക്കുന്ന അപ്പൂല്ലേ എന്ന് പറഞ്ഞിട്ട് ചറവറ തല്ലിന്നാണ് ഇവരുടെ ഒരു പ്രശ്നമേ. ബാക്കി കേൾക്കാം. മണികണ്ഠൻ എന്നു പേരുള്ള ഈ അധ്യാപകൻ കുട്ടികളെ കഠിനമായി അടിക്കാറുണ്ടെന്ന് പൊതുവെ പരാതിയുണ്ട്. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. നിങ്ങൾ മറ്റേ 2 കോമലിട്ട് വെച്ചു. എൻ്റെ പൊന്നടാവ്, ഈ 2 കോമയ്ക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലനേഷൻ മാർക്കെന്ന് പറഞ്ഞു. ഞാൻ മനഃപൂർവ്വം തെറ്റിച്ചതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. പല സിനിമകളിൽ നിന്നും എടുത്ത ഡയലോഗാണ് ഞാൻ അതിനകത്ത് എടുത്തിരുന്നത്. ഓക്കെ, പക്ഷേ അതിനെ തിരുത്താൻ ഒരാൾ മനസ്സ് കാണിച്ചു. ഓക്കെ, താങ്ക് യു. ഞാനതുകൊണ്ട് ഇനി ആ തെറ്റാവർത്തിക്കുന്നില്ല. 2 കോമ ഇട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളേതാ അധ്യാപകൻ പൊതുവെ തല്ലാറുണ്ടെന്ന് പരാതിയുണ്ട്. ഓക്കെ, അത് നമ്മൾ കോമ ഇട്ട് വെച്ചേ, അതിലേക്ക് നമുക്ക് വരാം. കുട്ടിയുടെ പിതാവ് പോലീസിലും ചൈൽഡ് ലൈനിലും പരാതി നൽകി എന്ന് പറയുന്നുണ്ടേ. കുട്ടിയുടെ പിതാവിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പേ ഈ അധ്യാപകൻ ചറവറ തല്ലി നമ്മൾ കണ്ടല്ലോ. ഇപ്പം നമ്മൾ കേട്ടത് ഇവരുടെ വെർഷൻ, അതായത് പേനയുടെ അടപ്പ് പോയപ്പോഴത്തേന് എത്തി നോക്കി തല്ലി. അധ്യാപകൻ്റെ വെർഷൻ നമുക്കൊന്ന് കേൾക്കാം. മണികണ്ഠൻ സാറിൻ്റെ കണ്ണിനൊരു ചെറിയ പ്രശ്നമുണ്ട്, അത് കാര്യമായിട്ടുണ്ട് കേട്ടോ. മണികണ്ഠൻ സാർ പറഞ്ഞാൽ നമുക്ക് കേൾക്കാം. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ഞാൻ മണികണ്ഠൻ മാഷ്, വരൂർ സ്കൂളിലെ മണികണ്ഠൻ മാഷാണ്. 2 ദിവസമായിട്ട് നവമാധ്യമങ്ങളിൽ എന്നെക്കുറിച്ചുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ആ തെറ്റിലേക്ക് എന്നെ കൊണ്ടുവന്ന് എത്തിച്ച സംഭവം കൂടി നിങ്ങളെല്ലാവരും ഒന്ന് അറിയണം. എനിക്കൊരു നല്ല ഓക്കെ, അപ്പം മണികണ്ഠൻ മാഷ് ചെയ്തത് തെറ്റാണെന്നാണ് മണികണ്ഠൻ മാഷ് പറയുന്നത്. മണികണ്ഠൻ മാഷ് പൊതുവെ ക്രൂരമായിട്ട് മർദ്ദിക്കും എന്നൊരു സാധനമാണ് അതിൻ്റെ താഴെ എഴുതി ചേർത്തത്. മണികണ്ഠൻ മാഷ് മർദ്ദിച്ചപ്പോൾ കുട്ടികൾ ഫോണിൽ അത് വീഡിയോ പകർത്തി. എന്തുകൊണ്ട് കുട്ടികൾ ക്ലാസ്സിൽ ഫോൺ കൊണ്ടുവരുന്നത് തെറ്റാണ്? നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മളൊക്കെ അതിന് തൂക്കിയിട്ടുണ്ട്, എന്നെയും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ നിന്ന് ഫോൺ കൊണ്ടുവരുന്നത് തെറ്റാണ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കണം ഈ ഒരു തല്ല് അവർ ചിത്രീകരിച്ച് പുറത്ത് വിട്ടത്?
സാറിൽ നിന്നും ഇതിനു മുമ്പും ഇത്തരം അനുഭവങ്ങൾ കുട്ടികൾ നേരിട്ടത് കൊണ്ടായിരിക്കണമല്ലോ സാറ് അല്ലെങ്കിൽ ഇപ്പോൾ അവിടെയൊക്കെ ടീച്ചർമാർ പിള്ളേരെ അടിക്കുന്നത് അതൊക്കെ റെക്കോർഡ് ചെയ്ത് പുറത്തു വരണ്ടല്ലേ, വരുന്നില്ലല്ലോ. അപ്പോൾ സാറിൻ്റെ ഈ ക്രൂരമർദ്ദനം പലയിടത്തായിട്ടുണ്ടെന്നാണ് എനിക്കും ഇത് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഒരു കുട്ടി ഒരിക്കലും ഇത് റെക്കോർഡ് ചെയ്ത് പുറത്തു കൊണ്ടുവരേണ്ട കാര്യമില്ല. അതായത് അടിയിട്ടിട്ടില്ലേ, ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ടീച്ചറിൻ്റെ അടിയിട്ടായിരുന്നിട്ടുണ്ടോ? നമ്മളത് എപ്പോഴും റെക്കോർഡ് ചെയ്ത് ഇതുപോലെ എൻ്റെ സാറിങ്ങനെ പിച്ച് എൻ്റെ ഇവിടുത്തെ തൊലി പറിച്ചെടുത്തിട്ടുണ്ട്. ഞാനത് വീട്ടിൽ കംപ്ലൈൻ്റ് ആക്കി പ്രശ്നമൊക്കെ ആക്കിയിട്ടുണ്ട്. നമ്മൾ ചില സാറുമാർ ക്രൂരമായിട്ട് മർദ്ദിക്കും. എന്നാൽ ഈ സാറിന് എന്നെ ഭയങ്കര കാര്യമായിരുന്നു. ഈ സാറിന് എനിക്ക് ടൂർ പോയപ്പോൾ ദോശ അപ്പമൊക്കെ മേടിച്ചു തന്നിട്ടുണ്ട്. നല്ല സാറായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോയിലൂടെ ഇവിടെ എത്തിക്കുന്നത്. എന്തല്ലേ ഇപ്പോൾ CJP പാർട്ടി അവിടെ പ്രക്ഷോഭം നടത്തിയപ്പോഴത്തേനും പ്രൈം മിനിസ്റ്റർ വന്നിട്ട് ഫോണിൽ കൂടെ റീലിട്ടു. അധ്യാപകൻ വൈറലായപ്പോഴത്തേനും അധ്യാപകൻ റീലിടുന്നു. നമ്മളൊക്കെ പണി പോകും, നമ്മളൊക്കെ റീപ്ലേസ് ചെയ്ത് മറ്റാൾക്കാർ വരും. ഇപ്പം റീല് ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമേ പിടിച്ചേക്കാൻ പറ്റത്തുള്ളൂ. നമ്മളെ നാട്ടിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടീച്ചർ വാതിൽ വന്ന് തട്ടുന്നു. കുട്ടികളോട് എന്തൊരു മെസ്സേജ് കൊടുക്കാനായിട്ടാണ് ടീച്ചർ വരുന്നത്. ടീച്ചർ ക്ലാസ്സിൽ കയറിയ വശം കാണുന്നത് എന്താണ് മേശപ്പുറത്ത് കയറിയിരിക്കുന്നത് ചോദിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ എന്താടാ മേശപ്പുറത്ത് കയറിയിരിക്കുന്നതാണ് ടീച്ചർ ചോദിച്ചത്. അപ്പോൾ ഈ കുട്ടി പേന എടുക്കാൻ എത്തി നോക്കിയതോ മേശപ്പുറത്ത് കയറിയിരിക്കോ എന്തോ ഒന്ന്. ഈ കുട്ടി മേശപ്പുറത്തായിരുന്നു, അത് നമുക്ക് കൺഫേം ആയല്ലോ. 2 പേരുടെ വേഷനിലും ഈ ഒരു സാധനം വന്നു. ഒന്നെങ്കിൽ ക്യാപ്പ് എടുക്കാൻ മേശപ്പുറത്ത് കയറി, അല്ലെങ്കിൽ അധ്യാപകന് കാഴ്ചയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ ഒരു അധ്യാപകൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആരും മിണ്ടില്ല കേട്ടോ, പിന്നെ നമ്മളെ മിണ്ടും, നീ പറടാ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നവരാണ് മെജോറിറ്റി കുട്ടികളും. അപ്പോൾ ഈ കുട്ടി മേശപ്പുറത്ത് കയറിയിരുന്നു, ഡെസ്കിൻ്റെ മേളിൽ കയറിയിരുന്നു, അല്ല ഡെസ്കിൻ്റെ മേളിൽ കയറിയിരുന്നു. ഓക്കെ, കാഴ്ചപരിമിതിയുള്ള ഒരാൾ കൊണ്ടാണ് ഞാൻ, തീരെ കാണാത്ത ഒരാളാണ്. അപ്പോൾ ഇത്രയും 10-40 കുട്ടികൾ ആ ക്ലാസ്സിലിരിക്കുന്നു. അവർ മുന്നിലൊരു കോമാളിയാക്കിയിട്ടാണ് എന്നെ കുട്ടി കാണിച്ചിരിക്കുന്നത്. ആ മേശയുടെ മുകളിൽ കയറിയിരിക്കുക. എനിക്ക് മനസ്സിലായത് ഈ സാറിനെ മോശക്കാരനാക്കി കാണിച്ചുകൊണ്ടാണ് സാറ് പിടിച്ചിട്ട് പൊതിരെ തല്ലിയത്. അപ്പോൾ സാറിൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് ഇതിനകത്ത് പ്രശ്നം. ഒരു കുട്ടി ഡെസ്കിൻ്റെ മേളിൽ കയറി ഇരിക്കുമ്പോൾ ആദ്യം അവനെ ഉപദേശിക്കുക. മുതിർന്നൊരുത്തൻ ഇരിക്കുമ്പോഴത്തേനും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആദ്യം ശ്രമിക്കുക. അതിനകത്ത് അവൻ മനസ്സിലാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവനെ ശിക്ഷിക്കുക. ആ ശിക്ഷ അവൻ അവിടെ കിട്ടിയില്ലെങ്കിൽ വളർന്നു വരുമ്പോഴത്തേനും അവനൊരു ബ്രോൺ ക്രിമിനലായി മാറും. ഇന്ന് പല പിള്ളേരും തുടരുത്, പിടിക്കരുത്, അടിക്കരുതെന്ന് പറയുന്നതുകൊണ്ടാണ് പല പിള്ളേരും നമ്മളെ ആരും ഒന്നും ചെയ്യാനില്ല എന്നൊരു സാധനത്തിൽ നിൽക്കുന്നത്. നാളെ ഇവന്മാർ പോയി പോലീസിനെയും തല്ലി മേടിക്കുന്നത്. അപ്പോൾ സാറിന് അടി കൊടുക്കാം, തെറ്റൊന്നുമില്ല. പക്ഷെ ആദ്യം അവനെ അത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അതിന് പകരം അവനെ പ്രൊവോക്ക് ചെയ്ത് എനിക്ക് മനസ്സിലായത് ഈ സാറ് നേരത്തെ മുടിഞ്ഞ് ഉപദ്രവമായിരുന്നു, അല്ലെങ്കിൽ പിള്ളേർ ഈ സാധനം റെക്കോർഡ് ചെയ്ത് വെളിവിടില്ല. അപ്പോൾ മുൻകാലങ്ങളിലും ആ കുട്ടിയിൽ നിന്നോ മറ്റു കുട്ടികളിൽ നിന്നോ എന്നെ അങ്ങനെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. എനിക്ക് അത്രയും വിഷമമായി, സങ്കടവും ദേഷ്യവും എല്ലാം കൂടി ഒരു പ്രകോപനം ഉണ്ടായി. പെട്ടെന്ന് തോന്നിയൊരു വികാരത്തിലാണ് ഞാൻ ആ കുട്ടിയെ ചെയ്യുന്നത്. ചെയ്യാൻ പാടില്ലാത്താണ്, പറ്റിപ്പോയി. അല്ലാതെ ഓക്കെ, സാറ് ക്ഷമ പറഞ്ഞു. ഓക്കെ, ലൈക്ക് ഇറ്റ്, സൂപ്പർ. ഇത് AI വെച്ചുണ്ടാക്കിയ കൂതറ വീഡിയോ ആണ് എന്നൊന്നും സാറ് പറയുന്നില്ല. സാറ് വന്നിട്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയി, ഞാൻ തല്ലി. ഓക്കെ, നല്ല കാര്യം. മുന്നോട്ടുള്ള രീതിയിൽ കുറച്ചും കൂടെ കുട്ടികളുമായിട്ട് സ്നേഹമായിട്ട് ഇടപെടാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ തല്ലുന്ന സാറുമാരെ മാത്രമല്ല, സ്നേഹമായിട്ട് നിൽക്കുന്ന സാറുമാരെ ഇഷ്ടമാണ്. എൻ്റെ ടീച്ചേഴ്സിന് ഞാൻ പറയാം, ഷേർലി ടീച്ചർ, എന്നെ കണക്ക് പഠിപ്പിച്ച രാജു സാറ് കുറച്ച് കാലങ്ങൾ മാത്രമേ എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ പല ടീച്ചേഴ്സുമായിട്ടും നമ്മളൊരു ലക്ഷ്മി ടീച്ചർ, ഒത്തിരി ടീച്ചറുമായിട്ട് നമ്മൾ അടുപ്പമാകുന്നതിൻ്റെ കാരണം അവർ നമ്മളോട് ആ ബിഹേവ് ചെയ്ത രീതിയിലും കൂടെ വെച്ചിട്ടാണ്. തല്ലി പിടിപ്പിക്കുന്നൊരു സാറിനെ നമ്മളെപ്പോഴും ഒരു സാറ് അങ്ങനെ വരത്തുള്ളൂ. പക്ഷേ മറ്റേ നമ്മളോട് സ്നേഹമായിട്ട് പെരുമാറുന്ന ടീച്ചറിനോട് എന്നും ഒരു സ്നേഹം കാണാം. അപ്പോൾ സാറുമാരുടെ ആറ്റിറ്റ്യൂഡ് മാറണം, പിള്ളേരുടെ ആറ്റിറ്റ്യൂഡ് മാറണം. രണ്ടതിലൊക്കെ കൊടുക്കുന്ന പ്രശ്നമില്ല കേട്ടോ, പക്ഷെ അത് ജെന്യുവൻ ആയിരിക്കണം. ഒരിക്കലും ഒരു വൈരാഗ്യബുദ്ധിയോട് കൂടിയിട്ട് കുട്ടിയോട് ചെയ്തതല്ല. എനിക്കുണ്ടായൊരു വിഷമം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചെങ്കിൽ, ഞാൻ നിങ്ങളൊരാളായി കാണും. നിങ്ങൾക്കായിരിക്കും കാഴ്ചക്കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വേദന അറിയും. ഇത്രയും കുട്ടികളുള്ള ആ ക്ലാസ്സിൽ എന്നെ കോമാളിക്ക് തുല്യമായിരുന്നു കുട്ടികൾ ചെയ്തിരുന്നത്. മേശയുടെ മുകളിൽ കയറിയിരിക്കുക, പിന്നെ എന്തൊക്കെയാണ് അവരോട് ചെയ്തിരുന്നതെന്ന് എനിക്ക് കാണില്ലല്ലോ. അപ്പോൾ ഉണ്ടായ ഒരു വികാരം കൊണ്ട് പറ്റിപ്പോയതാണ്. ഇത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, വിശാല മനസ്കനായ ആശാൻ ഈ കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഇതാണ് സംഭവം. ഇനി അധ്യാപകൻ ആ കുട്ടിയുടെ മാതാവിൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്കിയേ. ആ കൊച്ചിൻ്റെ അച്ഛൻ കാണുകയാണ് കൊച്ചിനെ ഇട്ട് പട്ടിയെ തല്ലിനുള്ള പട്ടാന്ന് അടിക്കുന്നു. പുള്ളിക്കാരൻ കേസായിട്ട് പോകുമോ ഇല്ലയോ? പുള്ളിക്കാരൻ കേസായിട്ട് പോയി. അങ്ങനെ കുട്ടിയുടെ അച്ഛൻ വന്നിട്ട് പറയാൻ സാധനം നമുക്കൊന്ന് കേൾക്കാം. നമുക്ക് വികാരം മനസ്സിലാവണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് സഹിച്ചില്ല, അതാണ് മെയിനായിട്ട്. പിന്നെ ഇത് ഇനി നാളെ മേലാക്കാൻ ഇത് ആവർത്തിക്കരുത്.
വേറൊരു കുട്ടിക്ക്. പിന്നെ ഫോണ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ മാഷിൻ്റെ അത്രയും ക്രൂരത കൊണ്ടായിരിക്കാം പിള്ളേരാണ് എടുത്തിട്ടുണ്ടായി. അത് പുറം ലോകം അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, ഈ കൊച്ചിൻ്റെ അച്ഛൻ്റെ പറച്ചിലിൽ തന്നെ ആ ഒരു വിഷമം നമുക്ക് നന്നായിട്ട് അറിയാനുണ്ട്. അപ്പോൾ പിള്ളേർ സാറിന് പണിയാൻ വേണ്ടി തന്നെ ചെയ്ത പരിപാടിയാണ്. പിള്ളേർ എന്തുകൊണ്ട് വേറെ ആ സ്കൂളിലുള്ള മറ്റധ്യാപകരുടെ വീഡിയോസ് റെക്കോർഡ് ചെയ്ത് അവരെ പുറത്ത് വിട്ടില്ല? അപ്പോൾ ഈ ഒരു അധ്യാപകൻ്റെ അടുത്ത് നിന്ന് അവർക്ക് കിട്ടിയ ട്രീറ്റ്മെൻറ്റ് എത്ര മോശമായിട്ടായിരിക്കണമല്ലോ. പ്രോപ്പറായിട്ടുള്ളൊരു എൻക്വയറിക്ക് ഉത്തരവിടുക. ആ എൻക്വയറി പ്രകാരം ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് കണ്ടുപിടിക്കുക. ആ കുട്ടിയുടെ ഭാഗത്ത് തെറ്റുണ്ട്, ആ കുട്ടി നിരന്തരമായിട്ട് അധ്യാപകനെ ഇൻസൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവനെതിരെയുള്ള എന്താ ഇനി പറയുന്നത്, അച്ചടക്ക ആ സാധനങ്ങൾ എടുക്കുക. അല്ല, ഈ അധ്യാപകൻ നിരന്തരമായി കുട്ടികളെ ഉപദ്രവിക്കുന്നു, അധ്യാപകൻ കാരണമില്ലാതെ കുട്ടികളുടെ നെഞ്ചത്തോട്ട് കയറുന്നു എന്നൊരു സാധനമാണെങ്കിൽ ഈ അധ്യാപകർക്കെതിരെ നടപടി എടുക്കുക. ഇതെന്നാണ് ഈ വടി വെച്ച് തല്ലി പിടിപ്പിച്ച് പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് പുറത്തു വരുന്നത്? തല്ലാം, അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് തല്ലാം. കുറച്ച് തല്ലൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ പിള്ളേർ നേരെ വളരത്തുള്ളൂ. ഇല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പോലീസിൻ്റെ മുമ്പിൽ പോയി തല്ലി മേടിക്കേണ്ടി വരും. അങ്ങനെ വരാതിരിക്കാൻ ഈ പിള്ളേരുടെ മനസ്സിൽ കുറച്ച് എത്തിക്സും ഈ പിള്ളേരുടെ മനസ്സിൽ എന്താണ് ശരി എന്താണ് തെറ്റെന്നൊക്കെ വളരെ മനസ്സിലാകണമെങ്കിൽ അവർക്ക് കുറച്ച് അടിയൊക്കെ കിട്ടണം. പക്ഷെ അടിക്കുക എന്ന് പറഞ്ഞാൽ ഇതുങ്ങളെ മാടിനെ പോലെ അടിക്കുകയോ പട്ടിയെ പോലെ അടിക്കുകയല്ല വേണ്ടത്. ഈ പട്ടിയും മാടും ഒക്കെ ജീവനുള്ള സാധനങ്ങളാണ്, അതുങ്ങളെ അങ്ങനെ അടിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ അടിക്കുമ്പോഴത്തേനും നമ്മുടെ ഭാഗത്ത് എന്താ ശരിയെന്ന് നോക്കണം. ചെറുക്കൻ ഡെസ്കിൻ്റെ മണ്ട കയറി എന്നും പറഞ്ഞുകൊണ്ടാണ് സാർ ഈ അടി അടിച്ചത്. അവൻ പറയുന്നത് പേനയുടെ ഗ്യാപ്പ് എടുത്തതാണ്. ഇത് എങ്ങനെ പ്രൂവ് ചെയ്യും സാധനം? ഏതായാലും സാറിന് അറിയല്ലോ. അപ്പോൾ ഈ സാറ് ഇതിന് മുമ്പുള്ള ഇതിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു കുട്ടി അല്ലെങ്കിൽ ഈ ഒരു സാറിനെ മാത്രം ഫോക്കസ് ചെയ്ത് പിള്ളേരുടെ വീഡിയോ വരത്തില്ല. ഇത് ഇത്രയൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തു. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടൊരു അനാലിസിസ് നടത്താം. ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ അറിയെങ്കിൽ ഇതാവൂ നമ്മളെ മറ്റേ വിദ്യാഭ്യാസ വകുപ്പുകളൊക്കെ ഇത് പോട്ടെ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ്, അതിന് പ്രോപ്പറായിട്ടുള്ള അന്വേഷണം വരട്ടെ. അപ്പോൾ അധ്യാപകൻ ഒരു പോരായ്മ ഒരു കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ല, പിള്ളേരെ കാണിച്ചു കൊടുക്കുക. ഈ ഒരു പോരായ്മ ഉണ്ടായിട്ട് നിന്നെയൊക്കെ പഠിപ്പിക്കുന്ന ലെവലിലേക്ക് ഞാൻ വന്നു എന്ന് പറയുക. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ രക്തദാനം എടുക്കാനായിട്ട് ആൾ വരുമായിരുന്നു. ഹൈറ്റ് കുറഞ്ഞ ഒരാളുണ്ട്. ഹൈറ്റ് കുറഞ്ഞെന്ന് പറഞ്ഞാൽ തീരെ നമ്മൾ ഈ അത്ഭുത ദ്വീപിലൊക്കെ അഭിനയിച്ച അത്ര ഹൈറ്റുള്ള ഒരാൾ. പുള്ളി ഇങ്ങനെ തപ്പി നോക്കിയിട്ട് പറയും നിൻ്റെ രക്തം കൊള്ളുമോ, നിൻ്റെ രക്തം എടുക്കാൻ കൊള്ളത്തില്ലയോ എന്ന്. എന്നിട്ട് പോയി അത് ചെക്ക് ചെയ്തുമ്പോൾ ഈ പുള്ളി പറഞ്ഞ പോലെ ഈ പുള്ളി പറഞ്ഞ ആൾക്കാരുടെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ ആൾക്കാരുടെ ബ്ലഡ് എടുക്കാൻ പറ്റില്ല. അതെങ്ങനെയാണ് പുള്ളി ഇത് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് അറിയത്തില്ല. അപ്പോൾ അയാളുടെ കഴിവിനെയാണ് നമുക്ക് വാവ് സൂപ്പർ എന്ന് തോന്നുന്നത്. ആ ഒരു തലത്തിലേക്ക് അധ്യാപകന്മാർ മാറുക, പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കുക, പറ്റിയില്ലെങ്കിൽ മര്യാദക്കുള്ള അടിയൊക്കെ അടിക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് കേട്ടോ.